കുറെ നേരം ഞാൻ അവിടെ അലറി വിളിക്കണം, ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. രാവിലെ ഞാൻ ആ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഇരുന്ന് ഹലോ വിളിച്ച് അലറി അലറി വിളിച്ച് കേൾക്കില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ ചെവിയിൽ ഇത് വെച്ച് സമാധാനമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാ വീക്കെൻഡായിട്ട്. ഏത് പാട്ടാ കേൾക്കണേ? ഇപ്പൊ ഉണ്ടല്ലോ കുറച്ച് ദിവസമായിട്ട് പൂമാനമേ. രമേശേട്ടൻ പിന്നെ ഇൻസ്റ്റാ സോഷ്യൽ മീഡിയയിലെല്ലാം ലാസ്റ്റ് അറിയണ ഒരാളാണ്. നമ്മളൊക്കെ പൂമാനമേ റീൽസ് ഒക്കെ വൈറലായിട്ട് ഏകദേശം എല്ലാവരും നിർത്തിപ്പോയപ്പോഴാണ് ഇപ്പൊ മൂപ്പര് ഇറങ്ങിയത്. പൂമാനമേ എന്നുള്ള പാട്ട് പുതിയത് ഓസ്ലറിൽ ഇറങ്ങിയതും അത് ഭയങ്കര ട്രെൻഡ് ആയതൊക്കെ ഇപ്പൊ ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ കണ്ടിട്ട് ഹായ് സൊപ്പു നല്ല രസമല്ലേ, നമ്മുടെ എനിക്ക് എന്റെ പണ്ടത്തെ കോളേജ് ലൈഫ് ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വെറുപ്പിക്കലാണ് രാവിലെ മുതൽ. ഞാനാണെങ്കിൽ ഇത് അഡിക്റ്റ് ആയിട്ട് കേട്ട് 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 മടുത്തു എനിക്ക്. അങ്ങനെ മിത്തു പറഞ്ഞിട്ട് ഇനി മേലാൽ ഞാനുള്ള സമയത്ത് ഈ പാട്ട് ഇവിടെ വെച്ചു പോരുത്, ആൾക്ക് മടുത്തു. ഞാൻ ആക്ച്വലി ഇറങ്ങിയ സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ നോക്കല് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര പുറകോട്ടാണ് ഇൻസ്റ്റയിലെ കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞ ഇതൊക്കെ ഇറങ്ങി എത്ര കാലം ഇപ്പോഴാണ് ഇതൊക്കെ അറിയണ വെച്ചിട്ട്. ഞാൻ സോഷ്യൽ മീഡിയയുടെ ആൾ ഇയാളല്ലേ. അടുത്ത എപ്പോഴാണ് ഞാൻ 2-3 ദിവസം മുന്നേ നോക്കുമ്പോ ആ പാട്ട് കേട്ട ഉടനെ എനിക്ക് ഹിറ്റായത് എന്റെ കോളേജ് ലൈഫാ. അപ്പൊ ഞാൻ സ്വപ്നം ഒരു പാട്ട് എടുത്തു. ഇതൊക്കെ ട്രെൻഡിങ് കഴിഞ്ഞ് അടുത്ത പാട്ട് ഇറങ്ങി തുടങ്ങി. അപ്പോഴാണ് ഈ പാട്ടായിട്ട് വരുന്നത്. ഇപ്പൊ ഞാൻ അങ്ങനെ അത് കേൾക്കും, അതിലുള്ള വരികളൊക്കെ കേൾക്കുമ്പോ പഴയ രാവിലെ മുതൽ അലക്സയില് പൂമാനം. ഇപ്പൊ മിത്തു ചിത്രയും തുടങ്ങിയിട്ടാണ് ഇപ്പൊ ഇയർഫോൺ ആക്കി കേൾക്കുന്നത്. കാരണം മിത്തു ഇത് മടുത്ത് കേൾക്കുന്നത്. പിന്നെ ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എത്രയായാലും ഇപ്പൊ നമ്മളും അങ്ങനെ കുറച്ചെങ്കിലും ഇഷ്ടമാണ്, നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നില്ല നമുക്ക്. പക്ഷെ ഇപ്പോഴാണ് ആ ഒരു പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നത്. ആക്ച്വലി എന്റെ കോളേജ് ലൈഫിന്റെ സമയത്ത് മലയാളത്തിൽ ഒരു യുവ നടൻ അല്ലെങ്കിൽ ഒരു അങ്ങനെ ജസ്റ്റ് വന്നത് ആ ഒരു ഞാൻ പ്രീ ഡിഗ്രി കഴിയുന്നതും പിന്നെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെയാണ് ഈ അനിത്യപ്രാവ് റിലീസ് ആവുന്നത്. ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോ കുട്ടിയായിരുന്നു. ബാലവിവാഹമാണ് ചെയ്തത്. ഞങ്ങൾ തമ്മിൽ 6 വയസ്സിന് വ്യത്യാസമുണ്ട്. സോ ഞാൻ എന്റെ പ്രീ ഡിഗ്രി ആ ടൈമിലാണ് ഞാൻ പോയിട്ട് ഈ അനിത്യപ്രാവ് സിനിമ കാണുന്നത്. കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി +2 പഠിക്കണം, പ്രീ ഡിഗ്രി ആണല്ലോ അന്ന്. അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു തരംഗം എന്ന് പറയുന്നത് സ്പ്ലെൻഡർ ബൈക്കും അങ്ങനെയൊക്കെ അല്ലേ, ബൈക്കിൽ പോവുക, ബൈക്ക്, പിന്നെ കോളേജ് ലൈഫ്. അപ്പൊ അതൊക്കെ പെട്ടെന്ന് ഇത് കണ്ടപ്പോ ഒരു ഭയങ്കര റിവൈൻഡ്. പിന്നെ ഏറ്റവും എനിക്ക് അടിയായിട്ട് മീൻസ് അടിപൊളിയായിട്ട് തോന്നിയത് ആ ഡ്രസ്സിങ് പാറ്റേൺ ആണ്. അങ്ങനത്തെ എൻ്റെ ഒക്കെ ഷർട്ടിൽ ഒരു 4 ആളെ കൊണ്ടുള്ള ഷർട്ട്, അത് ഇഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തുറിച്ച് ഇങ്ങനെയുള്ള ഒരു പാന്റ് അങ്ങനെയൊക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ പോയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് കോളേജ് ജീവിതത്തിലോട്ട് കുറെ ഞാൻ ഓർമ്മകളിലേക്ക് പോയി. സമാധാനത്തോടു കൂടി ഒരു പാട്ട് കേൾക്കുന്നു, അത് പോയി. ഇപ്പൊ പണി കൊടുക്കുന്നുണ്ട്. അപ്പൊ വീക്കെൻഡ് ആയിട്ട് എന്താ നമ്മുടെ പരിപാടി? ഇന്ന് നല്ല അടിപൊളി പൊതിച്ചോറ് കഴിക്കാൻ ഒരു ആഗ്രഹം. ഇന്നിപ്പോ ആരോ ഇങ്ങനെ ഫോട്ടോയില് ഇതിലിട്ടു. അപ്പൊ എന്തായാലും മിത്തുകുട്ടീനെ മ്യൂസിക് ക്ലാസ്സിന് കൊണ്ടാക്കണം. അപ്പൊ പോണ വഴിക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കാം നമുക്ക്. ഇന്ന് അതാണ് ഇന്നത്തെ എന്റെ മെയിൻ എന്ന് പറയുന്നത്. അപ്പൊ പണിയുണ്ട്, നാളികേരം ചിരകണം, കുറച്ച് പണിയുണ്ട്. നാളികേരം ചിരകലാണ് എനിക്ക് ഏറ്റവും മടിയുള്ള പണി. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. അപ്പൊ നമ്മള് പോയി വരട്ടെ. അപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ തേടി ഇതാ മലയാളി സ്റ്റോറിൽ പോവാണ്. കാരണം വേറെ എവിടെയും ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടില്ല. അപ്പം നമ്മുടെ ഈ മാങ്ങക്കൂട്ട ഉണ്ടാക്കാനുള്ള മാങ്ങ ഉണ്ടല്ലോ, അത് വന്നിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങ സീസണായി തോന്നുന്നു, നാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരുന്ന വഴി ചിക്കനും വാങ്ങിച്ചു, കുറച്ച് ചെമ്മീനും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, തൈര്, ചിക്കൻ മസാല എല്ലാം കൂടെ ചേർത്ത് അവിടെ വെച്ചു. ബാക്കിയെല്ലാം ചെയ്തിട്ട് ജസ്റ്റ് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കും. ചിക്കൻ 65 പോലെ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ചെയ്തിരിക്കുകയാണ്. പ്രോൺസിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സിൽ ഇടാം കേട്ടോ, പ്രോൺസിൻ്റെ ഡീറ്റെയിൽ ആയിട്ട്. ഇവിടെ ഒരാളെന്നെ ഹെൽപ്പ് ചെയ്യാൻ വെച്ചാൽ എനിക്ക് സാധനങ്ങൾ ഇങ്ങനെ എവിടെയാണ് വെച്ചിരിക്കുന്നത്. ഗരം മസാല ഏകദേശം ഒരേ കളറാണ്, കുറേ സാധനങ്ങളുള്ളതുകൊണ്ട് ഇതിൽ ക്യുമിൻ പൗഡർ, മല്ലിപ്പൊടി ഒക്കെ ഒരേ കളറാകുമ്പോൾ മിഥുന അവസാനം ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് മെയിനായിട്ട് എന്നെ സഹായിക്കുകയാണ്. എഴുതി ഒട്ടിച്ച് തന്നിക്കുക. ഇനി മേലാകുമ്പോൾ ഗരം മസാല എവിടെ, മല്ലിപ്പൊടി എവിടെ, മുളക് പൊടി എവിടെ പറഞ്ഞ് കാണുന്നത് തെരഞ്ഞു നടക്കരുത്. മുളക് പൊടിക്ക് പിന്നെ മനസ്സിലാവും, അത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അത് എവിടെ എന്ന് പറഞ്ഞ് തെരഞ്ഞു നടക്കണ്ട പറഞ്ഞിട്ട് ഞാനിതെല്ലാം പിന്നെ ചെയ്യാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി രമേശേട്ടന് പണി കൊടുത്തതായിരുന്നു. നല്ല കുനുകുനാന്നരിഞ്ഞു. പക്ഷെ ഞാനൊന്ന് കഴിച്ചു നോക്കി, എന്റെ അമ്മോ പുളി പറഞ്ഞാൽ പുളി, ഇത് മാങ്ങ അച്ചാറായിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് അല്ലേ മാങ്ങ ചമ്മന്തി. അപ്പൊ അതില് ഈ മാങ്ങ ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾ പുളി ഉണ്ടെങ്കിലും കുഴപ്പമില്ല.
നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി, നമ്മുടെ ഫിഷ് ഇവിടെ റെഡിയായി. തേങ്ങ വെട്ടാൻ ഉള്ള ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ. തേങ്ങ ചെറിയ ചമ്മന്തിയാണ്. പൊതിച്ചോറില് ചമ്മന്തി ഇല്ലെങ്കിൽ പിന്നെ എന്ത് പൊതിച്ചോറ് അല്ലേ? അല്ല ഇതിനെ എന്തെന്ന് മാറ്റണം എന്ന് പറഞ്ഞിരുന്നു. ഏത് ഈ സാധനം മറ്റേ മാങ്ങ? അത് വേണ്ട, അത് ഞാൻ ചമ്മന്തി വെക്കാൻ പോവാം. അത് ഭയങ്കര പുളി. ഓൾറെഡി അച്ചാറ് ഞാൻ മാത്രമേ കഴിക്കില്ല, അപ്പൊ പിന്നെ ഞാനും കഴിക്കില്ലെങ്കിൽ പിന്നെ അപ്പോൾ നമ്മൾ ഒരടിപൊളി പ്രോൺസിന്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. എല്ലാം കൂടെ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് പ്രോൺസ് ഞാൻ ഷോർട്സ് ആയിട്ടും ബാക്കി ചിക്കൻ ഞാൻ ജസ്റ്റ് ഫ്രൈ ചെയ്യണം. എയർ ഫ്രയറിൽ ചെയ്യാന്ന് വിചാരിച്ചു. ടൈം കൺസ്യൂമിങ് ആണ്. ഇത്രയും ചിക്കൻ ഒരുമിച്ച് ബാച്ചായി പോവില്ല, ടൈം ഒരുപാട് എടുക്കുകയും ചെയ്യും. നല്ല ലേറ്റ് ആയി. ഏതാണ്? അത് വേണ്ട, അതെനിക്ക് മനസ്സിലാവും. അതെ. ഓ, മിത്തുവിന് എടുക്കാനാ. കാരണം മിത്തു ഓംലെറ്റ് ഒക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കും അല്ലേ? പെപ്പറൊക്കെ മണക്കൂ ഈശ്വര, അത് മൂക്ക് കയറും. നല്ല ആളാ ദൈവമേ. ഇതാണ് അടുക്കളയില് പണി. എല്ലാം മണത്ത് നോക്കിട്ട് അവൾക്ക് അറിയില്ലല്ലോ അധികം. പക്ഷെ ഒക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ വലിയ ഇഷ്ടം. അപ്പൊ ഇനി എന്താ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാ, പഠിക്കണം എന്ന് പറഞ്ഞാ ഇനി ചായ, നൂഡിൽസ് ഉണ്ടാക്കും, ഓംലെറ്റ് ഉണ്ടാക്കും, സാൻഡ്വിച്ച് ഉണ്ടാക്കും. ഇനി ചായ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. വലിയ മുറി ചെറുക്കണോ ചെറിയ മുറി ചെറുക്കണോ? വലുത് ചെറുക്കിക്കോളും. നീ ചെറുക്കുന്നത് വേണ്ട മുറി വേണ്ടാത്ത മുറി എങ്ങനെ തിരിച്ചറിയാം? നീ ചെറുക്കണതെല്ലാം. അയ്യോ, എന്തിനാ തേങ്ങ വെട്ടിയത്? ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നോ? എന്നോട് തേങ്ങ വെട്ടാൻ പറഞ്ഞു, ഞാൻ വെട്ടി. തേങ്ങ ചെറുകാനാ പറഞ്ഞ, ഞാൻ വെട്ടാനല്ല. അപ്പൊ ഞാൻ തേങ്ങ എവിടെ വെച്ചപ്പോ അവിടെ ഉണ്ട് പറഞ്ഞു. അപ്പൊ ആ കുറച്ച് തേങ്ങ ബാക്കി ഉണ്ടായിരുന്ന എവിടെ? ഞാൻ ഇപ്പൊ അതാ നോക്കണം. ഓ, ആകെ ഒരു ജഗ പോകേണ്ട. അയ്യോ, ഇതാണ് ഇതുകൊണ്ട് എന്താ? അത് മതി, അത് മതി, അത് മതി. മൺഡേ ടു ഫ്രൈഡേ നല്ല സുഖ. 8 മണിയാകുമ്പോഴേക്കും എല്ലാ പണിയും കഴിയും. ഞാൻ നടക്കാൻ പോവും, എക്സസൈസ് ചെയ്യും, വീട്ടിലെ പണി ചെയ്യും, 2, 3, 4 വീഡിയോ എഡിറ്റ് ചെയ്യും. സാറ്റർഡേ സൺഡേ 2 മണിയായി ഇപ്പോഴും ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. മൺഡേ ടു ഫ്രൈഡേ ഓഫീസിൽ മാത്രം കാര്യം നോക്കിയാൽ വേറെ ഒന്നും അറിയണ്ട. ഇവിടെ എന്തൊക്കെയാണ് ഇവളെ കൊണ്ട് എല്ലാരും കൂടെ അടുക്കളയിൽ കയറിയാലും എന്താ ആള് കൂടിയ പാമ്പും ചാവല്ലേ പറയില്ലേ, അതുപോലെയാണ് എന്റെ അവസ്ഥ. എനിക്ക് മിഥുന്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ഫാനാണ് മിഥുന്റെ ഹാൻഡ് റൈറ്റിംഗിന്റെ. വെറുതെ അടുക്കള തുമ്മുന്നത് കാരണം ഇതൊക്കെ മണത്ത് നോക്കുകയാണ്. ഈ മറ്റേ മുളക് പൊടിയൊക്കെ പിന്നെ അറിയാൻ പറ്റും, മറ്റേതൊക്കെ മണക്കണേ. ഇപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. എങ്ങനെ പൊടികൾ തിരിച്ചറിയാൻ മണത്ത് നോക്കി അറിയാതെ. മിഥുന്റെ കിച്ചൺ ടിപ്പ് അടിപൊളി. അപ്പൊ അവളത് എഴുതി വെക്കാം. ഞാനിതെല്ലാം മാറ്റാൻ നിൽക്കാം. ഇതിലേക്ക് പുതിയതായിട്ട് വേണം എല്ലാം മാറ്റാന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ചിക്കൻ എയർ ഫ്രയറിലേക്ക് കയറ്റുകയാണ്. നല്ല ജ്യൂസി ആയിരിക്കും കേട്ടോ. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും, അല്ലെങ്കിൽ ലെമൺ ചേർത്താലും മതി, നല്ല ജ്യൂസി ആവും. അവിടെ ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രോൺസ് ഒരു സ്പെഷ്യൽ, അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള റോസ്റ്റാണ്. അത് ഞാൻ ഷോർട്സ് വഴി ഇടാം, അല്ലെങ്കിൽ സ്വപ്ന ഫുഡ് വേൾഡ് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഇവിടെ പ്രോൺസ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് നമ്മുടെ ഇൻഡസ് വാലിയുടെ ഒരു അടിപൊളി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രൈങ് പാൻ ആണ്. നമ്മൾ വെറും സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ അത്ര ഒരു ലുക്ക് ഉണ്ടാവില്ല. ഇത് നല്ല അടിപൊളി ലുക്കിൽ. ഇതിന് മുന്നത്തെയും എൻ്റെ കയ്യിൽ വേറൊരു കളർ ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ അതേ കളറിൽ നമ്മുടെ മിൽക്ക് ബോയിൽ ചെയ്യാനുള്ള, ചായ ഉണ്ടാക്കാനുള്ള ഒരു പാത്രം, ഇതിൽ സൂപ്പ് ഉണ്ടാക്കാം. ചായ മാത്രമല്ല, സൂപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. അത്യാവശ്യം നമുക്ക് ഒരു കൂട്ടാനൊക്കെ ഉണ്ടാക്കാം, കറി ഉണ്ടാക്കാൻ പറ്റിയതാണ്. അങ്ങനത്തെ ഒരു പാനാണ്. അപ്പം ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഇത് അടച്ചു വെക്കാനും പറ്റും. ഇത് അടച്ചു വെക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു ഗുണം എന്താ അറിയോ, ഇത് അതുപോലെ തന്നെ നമുക്ക് എടുത്ത് വേറെ പാത്രത്തിലേക്ക് ഒന്നും ആക്കണ്ട. അതുപോലെ തന്നെ എടുത്ത് നമുക്ക് ഡൈനിങ് ഹാളിൽ കൊണ്ടേ വെക്കാം. ഇതും അതെ, കാരണം അതിന്റെ ഭംഗി കാരണം. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോസ് പാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മിൽക്ക് മാത്രമല്ല, സോസ് പാൻ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇൻഡസ് വാലിയുടെ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. പിന്നെ ഇൻഡസ് വാലിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇത് മാത്രമല്ല കേട്ടോ, പല ടൈപ്പ് ഓഫ് കടായി, കാസ്റ്റ് അയണും ഷീറ്റ് അയണും പലതരത്തിലുള്ള പാത്രങ്ങളും എല്ലാതും കിട്ടും. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോൺസ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോൺസ് റെസിപ്പി ഞാൻ ഷോർട്സ് ഇട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഇത് എഡിറ്റ് ചെയ്യുന്നത്. അതിൽ ഞാൻ പറഞ്ഞ മസാലയിൽ പെരുംജീരകം കൂടെ ചേർക്കണം കേട്ടോ. ഞാനത് പറയാൻ പറഞ്ഞു. ഷോർട്സിൽ ആരെങ്കിലും ഇപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ പെരുംജീരകമാണ് അതിൻ്റെ അടിപൊളി ടേസ്റ്റാണ്, അതും കൂടെ ചേർത്ത് വെക്കും. ഇത് നമ്മുടെ മാങ്ങ ചമ്മന്തി, മാങ്ങ തേങ്ങ ചമ്മന്തിയാണ്. നമ്മളെല്ലാവരും
ഉണ്ടാക്കുന്നതാണല്ലേ, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങയും കൂടെ കുറച്ച് ചേർക്കും. പിന്നെ പൊതിച്ചോറിന് എന്തെങ്കിലും ഉപ്പേരി നിർബന്ധമാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വെണ്ടയ്ക്ക ഉപ്പേരി എല്ലാവരും ഫേവറേറ്റ്, അല്ലെങ്കിൽ പൊട്ടാറ്റോ ആണ്. ബട്ട് പൊട്ടാറ്റോ വേണ്ട, വെണ്ടയ്ക്ക ആകുമ്പോൾ വെജിറ്റബിൾസിൻ്റെ ഒരു ഇത് ആവുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാനിതാ ഈ പ്രോൺസ് റോസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. അതിൽ ആ പെരുംജീരകം പിന്നെ മല്ലിയുടെ ടേസ്റ്റ്, മല്ലിപ്പൊടിയുടെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ ലാസ്റ്റ് കുറച്ച് നമ്മുടെ പുളിശ്ശേരി എന്ന് പറയും, അതായത് മോര് കാച്ചിയത് എന്നാണ് നമ്മൾ പറയുക. നമ്മുടെ അവിടെ പുളിശ്ശേരി എന്നുള്ളൊരു സംഭവമില്ല. അപ്പോൾ മോര് കാച്ചിയതും കൂടെ ചേർക്കാം. ഇത് വയറിന് നല്ലതാണ്. പിന്നെ അതിൽ കൂട്ടാനായിട്ട് നമ്മൾ പൊതിച്ചോറിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ മിത്തുക്കുട്ടിക്ക് ചമ്മന്തി ഇഷ്ടമാണെങ്കിലും പുളിശ്ശേരി കുറച്ചും കൂടെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പൊതിച്ചോറിൽ ഉണ്ടാക്കുള്ളൂ അല്ലേ. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ചിക്കൻ എയർ ഫ്രയറിന് എടുത്ത് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടതാട്ടോ. അപ്പോൾ നമ്മുടെ പൊതിച്ചോറിനുള്ള ഐറ്റംസ് എല്ലാം റെഡിയായി. ചോറ്, ചിക്കൻ ഫ്രൈ, ഫിഷ് സ്പെഷ്യൽ പ്രോൺസ് റോസ്റ്റ്, ഞാൻ ഷോർട്സ് ഇടാം, പിന്നെ വെണ്ടയ്ക്ക ഉപ്പേരി, പിന്നെ ചമ്മന്തി, പിന്നെ സന്തോഷം കണ്ട് എനിക്ക് നിൽക്കാൻ എല്ലാം അവളുടെ ഫേവറേറ്റ് ആണ്. പിന്നെ ഞാൻ വേണമെങ്കിൽ പുളിശ്ശേരി സാധാരണ ഇതിലുണ്ടാവാറില്ല, ഓംലെറ്റ് കൂടെ വേണം. അപ്പം മിത്ത് ഓൾറെഡി ചോദിച്ചു ഫിഷും ചിക്കനും കൂടി ഇട്ടോ, അപ്പൊ പിന്നെ ഓംലെറ്റ് വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ അച്ചാറില്ല, അച്ചാറിനുള്ള മാങ്ങയാണ് ഞാൻ ചമ്മന്തിയൊക്കെ മാറ്റിയത്. പിന്നെ പുളിശ്ശേരി വേണം എന്നുള്ളവർക്ക് കഴിക്കാം, ഇതിലാക്കുന്നില്ല, സെപ്പറേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് പൊതിയാം. എനിക്ക് തോന്നുന്നു പൊതിച്ചോറ് കുറച്ചും കൂടെ നന്നായിട്ട് പൊതിയ രമേശേട്ടനായിരിക്കും നല്ലത്. ട്രെയിനിലൊക്കെ പോകുമ്പോൾ എല്ലാം ഉണ്ടാക്കി വെക്കലിൻ്റെ ഡ്യൂട്ടിയാണ്, പക്ഷെ പൊതിയേണ്ട ഡ്യൂട്ടി രമേശേട്ടനാണ്. പാക്കിങ് അല്ലെങ്കിൽ രമേശേട്ടൻ കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ. ഞാൻ വീഡിയോ ഉണ്ടാക്കി എടുക്കുന്നത് കാരണം എനിക്കൊരു പേടിയാണ്, ഞാൻ ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോവാന്ന്. ഇഡ്ഡലി ആണെങ്കിലും ഒക്കെ രമേശേട്ടനാണ്, ഞാൻ ഒക്കെ കൊണ്ടേക്കുള്ളൂ, രമേശേട്ടനാണ് പാക്ക് ചെയ്യാൻ ബെസ്റ്റ് അല്ലേ. അപ്പൊ രമേശേട്ടൻ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. ആദ്യം ചോറല്ലേ, ചോറ് രമേശേട്ടന് ഉള്ള ഇലയാണ്, അപ്പൊ അതിനനുസരിച്ച് ചോറ് ഇട്ടോളൂ കേട്ടോ. പിന്നെ ഇത് കഷ്ടപ്പെട്ട് പൊതിഞ്ഞിട്ട് രണ്ടാമത് തുറക്കണോ അല്ലേ? ഞാൻ ഗരുത്തോടെ കഴിച്ചാ പോരെ, ഇതിലേക്ക് കഴിക്കാനുള്ള പൊതിയണോ? പൊതി എന്റെ ഒരു ആഗ്രഹത്തിന് പൊതി. ഓരോ പട്ട് കേസ് അമ്മ അങ്ങനെ പൊതിങ്ങാതെ ഇപ്പൊ തന്നെ തുറക്കാനുള്ളതല്ലേ, കെട്ടൊന്നും വേണ്ട. അയ്യോ പാവന്റെ കുട്ടി വിശക്കുണ്ടാ, കിടന്ന് ക്ഷീണിതയായി. ഇതൊരു പൊതിയൊന്നും വേണ്ടല്ലോ, ഇതുവിനെ പൊതിയാറൊന്നുമില്ല, ഇതുവിനെ അതിനുള്ള ക്ഷമല്ല. ഇതിന്റെ ഒരു സ്വാദ് അല്ലേ. പക്ഷെ ഇത് ട്രെയിനിൽ തുറക്കുമ്പോഴുള്ള മണം കൂടെ കിട്ടണം അല്ലേ, ഇപ്പോഴാണ് അതിനൊരു രസം. എവിടെ പോവാണെങ്കിലും വേറെ എവിടെ പോണെങ്കിലും ഇത് തുറക്കാൻ പറ്റില്ല. ഐ മീൻ നമ്മളിപ്പോ ഗുജറാത്തിലൊക്കെ പോയ പോലെ രാവിലെ ഇഡ്ഡലി. സത്യം പറയാം ഞങ്ങളിപ്പോ പൊതിച്ചോറൊന്നും കൊണ്ടുപോകാറില്ല കേട്ടോ. രാവിലെ 2 മണിക്ക് എണീറ്റ് പോകുമ്പോ ഏത് പൊതിച്ചോറ് ഇതിന്റെ മുകളിൽ തന്നെ ഒരു നാരെടുത്തിട്ട് തിരിച്ചിട്ടിട്ട്, പക്ഷേ ഇല്ല അത് ഇതുണ്ടോ ഇതിങ്ങനെ അമർന്നു തിരിച്ചിട്ടിട്ട് ഇവിടെ തുറന്നിട്ട് കഴിച്ചോളൂ. അല്ല നമ്മള് അമർന്നത്. ഓക്കെ, നമ്മുടെ പൊതിച്ചോറ് റെഡി. ഇനി ഞാനത് റീൽസിനും ഷോർട്സിനും വേണ്ടി നടക്കട്ടെ. ഇഷ്ടപ്പെട്ടതല്ലേ? അത് ഞാനിവിടെ കെട്ടിത്തരാം, അങ്ങനെ കഴിക്കണ പോലെ. രണ്ടുപേരും ഇവിടെ കഴിക്കാൻ തുടങ്ങി. മിത്ത് പൊതിച്ചോറതല്ല, മിത്ത് നല്ല മോരുകൂട്ടാൻ കൂട്ടി അടിച്ചിരിക്കട്ടെ. എങ്ങനെയുണ്ട്? അടിപൊളി. മിത്ത് പറയട്ടെ ഹെവൻ ആണ്, ഹെവൻ. മിത്തിന്റെ ഫേവറേറ്റ്. മോര് തീരെ കൂട്ടില്ല, തൈരും ഇഷ്ടമല്ല, പക്ഷെ മോര് കറി വലിയ ഇഷ്ടമാണ്. അവിയലും രമേശേട്ടൻ പിന്നെ തുടങ്ങിയിട്ടില്ല. വീഡിയോ ഒക്കെ എടുക്കലൊക്കെ കഴിഞ്ഞതാ വന്നേ ഉള്ളൂ. എന്താ ഈ ഒരു ഫസ്റ്റ് ഉരുളൊന്ന് വയക്കി വെക്കാനുള്ള. പുളിശ്ശേരി വെള്ളം വരുന്നു. പുളിശ്ശേരി വേണമെങ്കിൽ എന്ത് ശരിയാലോ കിടോ സൊപ്പോ കിടോ കിടോ. ഞാനും കഴിക്കട്ടെ. വിശന്നായിട്ട് വരിക. അടിപൊളി. സോ ഇന്നത്തെ എൻ്റെ ആഗ്രഹം വേസ്റ്റ് ആയില്ലല്ലോ. ഞാൻ പറയണത് നിങ്ങളിതൊന്നും പറയില്ല എന്നോട്, ഇത് വേണം ഇത് വേണം. എനിക്ക് എന്തൊരു ഇഷ്ടമാണ് നിങ്ങളിങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ. അപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി. ഹാപ്പി? ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഞാനും കഴിക്കട്ടെ കേട്ടോ, എനിക്ക് വിശന്നിട്ട് വയ്യ. നമ്മളെല്ലാ ഫുഡ് ഉണ്ടാക്കിയാലും എനിക്ക് റീൽസ് പോലെ എടുക്കണമെന്ന് ഭയങ്കര നിർബന്ധം. ഒന്നുമില്ലേ, നമുക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ടും ഭയങ്കര രസമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ചെയ്യുന്ന രീതിയിൽ റീൽസ് ഇങ്ങനെ എടുക്കാൻ വേണ്ടി റീൽസിലേക്കും ഷോർട്സിലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എനിക്ക് കഴിച്ചിങ്ങനെ കാണിക്കുമ്പോഴാണ് എനിക്കറിയാം നിങ്ങൾക്കും അത് തന്നെയാണ്. ഞാൻ കഴിച്ച് അതിൻ്റെ ആ ഒരു ഇത് പറയുമ്പോൾ ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ ഞാൻ തന്നെ കഴിച്ച് നോക്കി അതിൻ്റെ അഭിപ്രായം റീൽസ് പോലെ എടുത്തതാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞപ്പോഴാണ് ഐസ്ക്രീം കഴിക്കാനൊരു മോഹം. ഇതാർക്കെങ്കിലും അറിയില്ലേ, നമ്മൾ പണ്ട് ഭയങ്കരമായിട്ട് നാട്ടിൽ കിട്ടിയിരുന്ന സാധനം അല്ലേ കസാട്ട. അതിൻ്റെ ഇടയിൽ എവിടെയും കിട്ടിയിരുന്നില്ല. ഇപ്പോൾ പിന്നെ നോക്കുമ്പോൾ അമൂലിൻ്റെ വരുന്നുണ്ട് പല ഫ്ലേവേഴ്സായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. മിത്തു ഇഷ്ടമല്ലേ കസാട്ട? ഞാനാണ് മിത്തുവിന് ഒരു ദിവസം പരിചയപ്പെടുത്തി കൊടുത്തല്ലേ. മിത്തു ഈ കസാട്ട എന്ന് പറഞ്ഞ സാധനം കഴിച്ചു നോക്കൂ പറഞ്ഞിട്ട്. അതുവരെ മിത്തുവിന് അറിയണ്ടായിരുന്നില്ല.
പിന്നെ മിത്തു പറഞ്ഞു അമ്മ എന്തത് ഇത്ര കാലം എനിക്ക് ഈ സാധനം പറഞ്ഞുതരാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഇതാണ് കസാട്ട. എത്ര ഫ്ലേവേഴ്സാ അതിൽ? 1 2 3 4. അതാണ് അതിന്റെ പ്രത്യേകത. കുറേ ഫ്ലേവേഴ്സ് ഉണ്ടാവും അല്ലേ? ഇവിടെ ഒരു ഹെൽത്തി പേഴ്സണെ ഭീഷണിപ്പെടുത്തി ഐസ്ക്രീം കഴിപ്പിക്കാതെ എനിക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ കഴുത്ത് പിടിച്ച് കഴിപ്പിക്കുകയാണ്. ഞാൻ കുറേ കാലത്തിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ക്രേവിങ് വന്നപ്പോൾ കഴിക്കും. ഏതാ രംശേട്ടൻ ഇത് മതി, കസാട്ട വേണ്ട പറഞ്ഞത്. ഏതാ? കോൺ ഐസ്ക്രീം അമൂലിന്റെ. കസാട്ട വേണ്ട, ഇഷ്ടമല്ല. എനിക്കിതും ഇഷ്ടം തന്നെയല്ല, പക്ഷെ ഞാൻ വേറെ ആർക്കും വേണ്ടി കഴിക്കണതാണെന്ന് പറയണേ. അങ്ങനത്തെ വിഷയോട് ഇങ്ങനെ എന്റെ കസാട്ട, ഞാൻ കസാട്ട കഴിക്കും. അടിച്ചു പിന്നിക്ക് അറിയാതെ പഠിച്ചു. ഉറക്കം വരുന്ന അങ്ങനെ ഇത്രയൊക്കെ ഭക്ഷണം കഴിച്ചതല്ലേ. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഈവനിങ് ആയപ്പോൾ ചുമ്മാ ഒന്ന് കറങ്ങാനൊക്കെ ഇറങ്ങി. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. വേറെ വീഡിയോസായിട്ട് വേറെ ദിവസം കാണാം. ബൈ.